it's me Harsha and welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എക്സ്ക്ലൂസീവ്ലി ഫ്രം മീഷോ. യെസ്, മീഷോ ഹോൾ ആണ് ചെയ്യാൻ പോകുന്നത്. ഡ്രസ്സസ് ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, ആക്സസറീസ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോകൾ നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് പെർഫ്യൂമാണ്. പെർഫ്യൂം അല്ല, ഡിയോഡ്രൻസ് ആണ്. ഇത് സീക്രട്ട് ടെംപ്റ്റേഷൻ്റെ ഡിയോഡ്രൻസ് ആണ്. 4ന്റെ കോംബോ ആണ് കിട്ടിയേക്കുന്നത്. പാഷൻ, പിങ്ക്, റൊമാൻസ് ആൻഡ് ടെംപ്റ്റേഷൻ ആൻഡ് മിസ്റ്ററി. യെസ്, ഈ 4 ഫ്രേഗ്രൻസ് ആണ് കിട്ടിയേക്കുന്നത്. 4ഉം അടിപൊളിയാണ്. കാരണം ഭയങ്കര ലൈറ്റ് ഫ്രേഗ്രൻസ് ആണ്. അതായത് ഒരുപാട് ഫ്രേഗ്രൻസ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു ഡിയോഡ്രൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഭയങ്കര മൈൽഡ് ആണ്, ബട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. നെറ്റിന്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ബേസിക്കലി ഇത് ട്രാവലിങ്ങിനും നല്ലതാണ്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്, കുഞ്ഞതാണ്. അപ്പോൾ 4 ഇട്ടുകൊണ്ട് പോയാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. റാദർ ദാൻ നമുക്കൊരു വലിയ ബോട്ടിൽ ക്യാരി ചെയ്യുന്നതിന് പകരം ഇങ്ങനത്തെ കുട്ടി കുട്ടി പാക്കറ്റ്സ് അല്ലെങ്കിൽ കുട്ടി കുട്ടി പാക്കിങ്സ് കവർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ള ആക്സസറി ആണ്. ആക്സസറി എന്ന് പറയുമ്പോൾ വാച്ചസ് ആണ് എനിക്ക് കാണിക്കാനുള്ളത്. ബേസിക്കലി ഞാൻ മീഷോന്ന് വാച്ചസ് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടുകൊണ്ട് പോകാനായിട്ടാണ് ഇഷ്ടം. ഫാൻസി ആയിട്ടുള്ള വാച്ചസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, എനിക്ക് ഫാൻസി വാച്ചസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫാൻസി വാച്ചസ് ഒക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ ഇഷ്ടമുള്ളവർക്ക്, കോളേജിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ, കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ നല്ല ഓപ്ഷൻസ് ഉണ്ട് മീഷോയിൽ വാച്ചസിൻ്റെ. അപ്പോൾ അതിനകത്ത് നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ശരിക്കും കോംബോ ആയിട്ടാണ് കിട്ടിയത് കേട്ടോ. അതായത് ബൈ 1 get 1 ഫ്രീ ആയിട്ടായിരുന്നു. ഒരെണ്ണത്തിൽ ഡിസൈനൊക്കെ ഉണ്ട്, ഒരെണ്ണത്തിൽ നല്ല പ്ലെയിൻ ആയിട്ടുള്ളതാണ്. നല്ലതാണ് കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി ഇങ്ങനെ വാച്ച് ചേഞ്ച് ചെയ്ത് ഇടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ഒരു പെയർ ഓഫ് വാച്ച്. നെക്സ്റ്റ് ഐറ്റം ഒരു വാച്ച് തന്നെയാണ്. ബ്രേസ്ലെറ്റ് വാച്ചാണ് ഇത്. ഇതൊരു ബ്രേസ്ലെറ്റ് വാച്ചാണ് കേട്ടോ. ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ നേരത്തെയൊക്കെ കുറേ നാൾ മുന്നേയൊക്കെ ഭയങ്കര ട്രെൻഡിലായിരുന്നു കേട്ടോ. റൈറ്റ് ഹാൻഡൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അതുപോലത്തെ അതിലും ഒരു വാച്ച് ഫോമിലാണ് ഇത് വന്നേക്കുന്നത്. ഞാൻ പേർപ്പിൾ കളറാണ് വാങ്ങിച്ചത്. കളർ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ബ്രൗൺ, ബ്ലാക്ക്, ഗ്രീൻ, പിങ്ക്, ഓറഞ്ച്, അങ്ങനെ ഒരുപാട് കളേഴ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഞാനിത് വാങ്ങിച്ചു. ആൻഡ് ഇത് സൈസൊക്കെ നമുക്ക് നല്ല കറക്റ്റാണ്. എനിക്ക് നല്ല പെർഫെക്റ്റ് ഫിറ്റാണിത്. നല്ലതാണ് കേട്ടോ. ഇത് നല്ലതാണിത് ശരിക്കും. നല്ല ട്രെൻഡിയാണ്. ഇങ്ങനെ ഒരു കാഷ്വൽ ഡേയ്ക്കൊക്കെ ഇടാനൊക്കെ ആയിട്ട് നല്ലൊരു വാച്ചാണിത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഡ്യൂറബിലിറ്റി എത്രയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. ദാറ്റ് ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം അത്രയൊക്കെ ഇത് ഓടുകയുള്ളൂ. ഡിപ്പെൻസ്, അത്രേ ഉള്ളൂ. പിന്നെ അത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെല്ല് മാറ്റിയിടാം. സ്ട്രാപ്പിന് കുഴപ്പമൊന്നും പറ്റത്തില്ല. കാരണം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ സ്ട്രാപ്പിനൊന്നും വലിയ അങ്ങനെ ഒരു ഡാമേജ് പറ്റേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നെക്സ്റ്റ് ഒരു വാച്ച് തന്നെയാണ്. ഇത് നല്ല സൂപ്പർ വാച്ചാണ്. ബ്ലാക്ക് കളറിലാണ്. ഡയൽ ഇങ്ങനത്തെ ഷേപ്പിലുള്ള ഡയലാണ്. ആൻഡ് ഒരു ഡിഫറെൻ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് പോയിട്ടാണ് ഇതിൻ്റെ പിന്നെ ഇരിക്കുന്നത്. അപ്പോൾ ബ്ലാക്കാണ്. ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട്. വൈറ്റ്, പിങ്ക് ഒക്കെ ഉണ്ട്. ബട്ട് ബ്ലാക്ക് ആണ് ഐ തോട്ട് ഇതിൽ ഈ ഒരു മോഡലിൽ ബ്ലാക്ക് ആണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയത്. സോ ഞാൻ ഈ ബ്ലാക്ക് എടുത്തത്. ഇത് വാച്ച് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്, ഓബ്വിയസ്ലി ലോക്കൽ ബ്രാൻഡാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ട് നോക്കി വാങ്ങിച്ചതൊന്നും അല്ല. ഡെയിലി നമുക്ക് മാറ്റി മാറ്റി ഇട്ടുകൊണ്ട് പോകാം എന്നുള്ളൊരു പേർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണിത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വാച്ച്. ഇനി നമുക്ക് ഇയറിങ്സ് കാണാം. ഫസ്റ്റ് ഇയറിങ്സ് ഇതൊരു
ഈ ഒരു ലോങ് ജുംക്കയാണ്. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ഇത്രയും ലോങ് ആയിട്ടുള്ള ജുംക്ക അല്ല എക്സ്പെക്റ്റ് ചെയ്തത്. ഞാൻ ഈ ഒരു ജുംക്കയുടെ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്തിൻ്റെ മാത്രമാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ബട്ട് ഇത് വന്നപ്പോൾ ഭയങ്കര ലോങ് ആയിപ്പോയി. ഞാൻ വിചാരിച്ചു ചെറുതായിരിക്കും എന്നുള്ള രീതിക്കാണ് ഞാൻ വാങ്ങിച്ചത്. ബട്ട് ഇത് അത്യാവശ്യം ലെങ്തി ആയിപ്പോയി. സി കണ്ടില്ലേ? ബട്ട് ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് ഒരുപാട് ലെങ്ത് ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന പോലെയൊന്നും തോന്നുന്നില്ല. കണ്ടില്ലേ? നല്ലതാണ്. കുർത്തയുടെ കൂടെയൊക്കെ സ്പെഷ്യലി ഇടാനായിട്ട് നല്ലതായിരിക്കും. ഇതിൽ ഈ ഒരു സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ, നോ അതർ കളർ ഓപ്ഷൻസ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ജുംക്കയുടെ പെയർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഇട്ടിട്ടില്ല. ബട്ട് യെസ്, ഏതെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ബട്ട് ലെറ്റ് സി. ബട്ട് ഇത് നല്ലതാണ് കേട്ടോ. നെക്സ്റ്റും എനിക്ക് ഇയറിങ്സിൻ്റെ പീസ് തന്നെയാണ് കാണിക്കാനുള്ളത്. ജുംക്കാസ് ഒബ്വിയസ്ലി, ബട്ട് ജുംക്കാസിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ജുംക്ക കുറച്ച് വെറൈറ്റിയാണ്. കണ്ടില്ലേ? ഇതിലെ ഈ ജുംക്ക കണ്ടില്ലേ? ചെക്കിലാണ്, ചെക്ക് ഡിസൈനുള്ള ജുംക്കാസ് ആണ്. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. താഴെ വൈറ്റ് ബീഡ്സ് ആണ്, വൈറ്റ് മുത്തൊക്കെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഈ ജുംക്ക ഇട്ട് കഴിയുമ്പോൾ ഫേസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. മറ്റേ ജുംക്ക പോലെ ആയിരുന്നില്ല. ഇത് ഒരുപാട് ലെങ്ത് ഇല്ല, ഇങ്ങനെ നമ്മുടെ കുടം പോലെ ഇരിക്കുന്ന ടൈപ്പ് ജുംക്കയാണ്. വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, കുറച്ച് വെയിറ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ അൺബെയറബിൾ അല്ല, നടക്കാം. നല്ല രസമുണ്ട് ഇതിൻ്റെ ഡിസൈൻ. ആൻഡ് ഇതിൻ്റെ പോലത്തെ ആൻഡ് സെയിം ഈ ഒരു ഷേപ്പിൽ തന്നെ ഉള്ള ഒരു ജുംക്കയാണ് ഇതും. ഇത് ഡിഫറെൻറ്റ്. ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ? ഇത് നമ്മുടെ കാലിമ, അതായത് ബംഗാളിലൊക്കെ, വെസ്റ്റ് ബംഗാളിലൊക്കെ പൂജിക്കുന്ന, നമ്മുടെ ദുർഗ പൂജയ്ക്കൊക്കെ പൂജിക്കുന്ന കാലിമ എന്ന് പറയുന്ന ദേവിയുടെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ? വൈറ്റ് ആൻഡ് ഗ്രേ കളറിൽ. ആൻഡ് നല്ല മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. കാരണം ദേവിയുടെ ചുണ്ടിനൊക്കെ റെഡ് ലിപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും നല്ല ഭംഗിയാണ്. ഇതാണ് അപ്പം ഒരു പെയർ. ആൻഡ് ഞാൻ ഇതും കൂടെ ഇട്ട് കാണിക്കാം. കണ്ടില്ലേ? വലിയ ജുംക്കാസ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്ക് ഇത് നല്ലതാണ്. എനിക്കിഷ്ടമാണ് പേഴ്സണലി ഇടാനായിട്ട്. സോ യെസ്. ബീഡ്സിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല രസമുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പെയർ ഓഫ് ജുംക്ക. ലാസ്റ്റ് ഹോൾ വീഡിയോയിൽ ഞാനൊരു 6 പെയർ ഓഫ് ഇയറിങ്സിൻ്റെ ഒരു കോംബോ പാക്ക് കാണിച്ചായിരുന്നു. അതുപോലത്തെ തന്നെ ഒരു കോംബോ പാക്ക് എനിക്ക് വീണ്ടും കിട്ടി. ബട്ട് ഇത് 4ൻ്റെ പീസാണെന്നേ ഉള്ളൂ. ബട്ട് 4ഉം അടിപൊളിയാണ്. കവറിൽ അങ്ങനെ തന്നെ ഞാൻ വെച്ചേക്കാണ്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഒരെണ്ണം ഇതാണ്, നല്ല ബേബി പിങ്ക് കളറിൽ ആൻഡ് സിൽവർ കളറിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. സെക്കൻഡ് വൺ പ്യോർ സിൽവർ കളറിൽ ഡംബിൾസ് ആൻഡ് ഹാർട്ട് ഷേപ്പിലുള്ള ഇയറിങ്സ് ആണ്. ക്യൂട്ടാണ്, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഇയറിങ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, നല്ല രസമാണ്. അതായത് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഹെവി ആയിട്ട്, ഒരുപാട് ഹെവി അല്ലാത്ത കാരണം നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ സുഖമാണ്. നെക്സ്റ്റ് ഇയറിങ്സ് എന്നാണ് ബ്ലൂ ആൻഡ് സിൽവറിൻ്റെ കോമ്പിനേഷൻ. ടോട്ടോയിസിൻ്റെ ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. ഇതാ കണ്ടില്ലേ? ഇത് ടോട്ടോയിസിൻ്റെ ഷേപ്പാണ്. ക്യൂട്ട് ഇതിൻ്റെ. ലാസ്റ്റ് വൺ ഇതാണ് യെല്ലോ ആൻഡ് സിൽവറിൻ്റെ കോമ്പിനേഷൻ. ബട്ടർഫ്ലൈ ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. താഴെ ഒരു ലീഫിൻ്റെ ഷേപ്പിലുള്ള ഇയറിങ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് 4 ഒരു കോംബോ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ക്വാളിറ്റി അടിപൊളിയാണ്.
ആൻഡ് കാഷ്വൽ വെയേഴ്സിനൊക്കെ നല്ലതാണ്. ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ പോകുന്നു, ഓഫീസിലൊക്കെ ഇങ്ങനെ സാരീസ് കുർത്താസിൻ്റെ കൂടെയൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, എത്ര നേരം വേണമെങ്കിലും ഇട്ടുണ്ട്. കാഷ്വൽ നമ്മൾ ഔട്ടിങ്ങിന് പോവുകയാണെങ്കിലും ഒക്കെ ഇടാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതായിരുന്നു നമ്മുടെ ഇയറിങ്സിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലോത്തിങ്ങിൻ്റെ സെക്ഷൻ നോക്കാം. ഞാൻ കാണിക്കാൻ പോകുന്ന ടോപ്പ് ബേസിക്കലി ഞാൻ കുറേ നാൾ മുന്നേ കണ്ടതാണ്. ബട്ട് ഐ തോട്ട് ഭയങ്കര ചൈൽഡിഷ് ആയി പോകുമോ എന്നുള്ളത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഹന കൃഷ്ണ സെയിം ടോപ്പ് ഇട്ടേക്കുന്നത് കണ്ടു. അപ്പോൾ ഐ തോട്ട് യെസ് നമുക്ക് ഇടാം, കുഴപ്പമില്ല. ബട്ട് ഹന ഇട്ടിരുന്നത് വൈറ്റ് കളർ ടോപ്പാണ്. ബട്ട് ഞാൻ വാങ്ങിച്ചത് ബ്ലാക്ക് കളറാണ്. ബിക്കോസ് ബ്ലാക്ക് കളറിനോട് കുറച്ച് ചായ കൂടുതലുള്ളത് കൊണ്ടാണ്. ഇതാണ് നമ്മുടെ ആ ടോപ്പ് എന്ന് പറയുന്നത്. ഫോർ സ്ലീവ്സിൽ ഇങ്ങനെ കുറച്ച് പഫി ആയിട്ടുള്ള ബെൽ സ്ലീവ്സ് പോലത്തെ സ്ലീവ്സ് ആണ്. ആൻഡ് കോളർ ഉണ്ട്. ബേസിക്കലി ഒരു ഷർട്ട് ടൈപ്പാണ് ഇത്. ഞാൻ ഇതിൽ ഇങ്ങനെ കണ്ടില്ലേ, ഇതിങ്ങനെ സ്റ്റാർസ് ആണ്, സീക്വൻസ് ഉള്ള സ്റ്റാറിൻ്റെ ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിഷിൻ്റെ ഡിസൈൻ ഉണ്ട്, ഒരു സ്മൈലി ഉണ്ട്, സ്മൈൽ അഗെയിൻ എന്നും പറഞ്ഞിട്ട്. ആൻഡ് ഇവിടെ ഓബ്വിയസ്ലി ഒരു നമുക്ക് താഴെ ഇവിടെ താഴെ ഒരു സ്റ്റാർ ഉണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു പെൺകുട്ടി, ഇവിടെ ഈ ഒരു പെൺകുട്ടി നിപ്പുണ്ട്. ഒരു എന്താണോ കയ്യിൽ പിടിച്ചേക്കുന്നത്, ഐ ഡോണ്ട് നോ. ബട്ട് യെസ്, അതിൻ്റെ കാല് വരെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഫങ്കി ആയിട്ടുള്ള ടോപ്പാണ്. ഈ ടോപ്പ് നിങ്ങൾക്ക് ഷോർട്സിൻ്റെ കൂടെ ഇടാം, ജീൻസിൻ്റെ കൂടെ, ലെഗിങ്സിൻ്റെ കൂടെയൊക്കെ ഇടാം. ഷോർട്സിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും. ബട്ട് ഷോർട്സ് ഒന്നും ഇടാത്തവർ ജീൻസിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ നല്ല രസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഐ തിങ്ക് ഓറഞ്ച്, പിങ്ക്, ബ്ലാക്ക്, വൈറ്റ്, ഗ്രീൻ ഉണ്ടെന്ന് തോന്നുന്നത്. കുറേ നല്ല അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത്, നല്ല മീൻസ് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. വൈറ്റ് കുറച്ചും കൂടി നല്ലതാണ്. ബട്ട് ഐ ഡോണ്ട് നോ, എനിക്ക് തോന്നുന്നത് എനിക്ക് വൈറ്റ് അങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റാറില്ല, അങ്ങനെ അഴുക്കായി പോകും. പിന്നെ ഒരു വാവയും കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പറയണ്ടല്ലോ. അപ്പോൾ സേഫ് നമ്മൾ ബ്ലാക്ക് കളറിൻ്റെ ഒരു ഡാർക്ക് കളറിൻ്റെ എന്തെങ്കിലും ഇടുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ടോപ്സൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഒബ്വിയസ്ലി നല്ല ഔട്ടിങ്സിനൊക്കെ ആയിരിക്കും പോണത്. അപ്പോൾ വൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. അപ്പോൾ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ്. സെക്കൻഡ് എനിക്ക് കാണിക്കാനുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അനാർക്കലിയുടെ പീസാണ്. ദുപ്പട്ട ജോർജറ്റ് ആണ്, ജോർജറ്റ് മെറ്റീരിയലിൻ്റെ ചുരിദാറാണ്. ഇതാണ് ദുപ്പട്ട. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയുണ്ട്, ഫ്ലവർ ഡിസൈൻ ആണ്. ഇതാണ് നമ്മുടെ അനാർക്കലി എന്ന് പറയുന്നത്. എനിക്ക് കുറച്ച് ലൂസാണിത്, ബട്ട് കുഴപ്പമില്ല. ഇതിൽ ഇങ്ങനെ നമുക്ക് ബാക്കിൽ നമുക്ക് ടാസലുണ്ട് കെട്ടാനായിട്ട്. ഭയങ്കര ലെങ്ത് ഉള്ളതാണ് കേട്ടോ, ഫുൾ ഫ്ലോർ ലെങ്ത് ആണ്. ആൻഡ് നല്ല ഫ്ലെയർ ഉള്ള നല്ല ഫ്ലെയർ ഉണ്ട്. കണ്ടില്ലേ, നല്ല ഫ്ലെയർ ഉള്ള കുർത്തയാണ്. ആൻഡ് ഫുൾ സ്ലീവ്സ് ആണ്. ഇങ്ങനെ നമുക്കിങ്ങനെ ചുരുക്കി വെക്കാൻ ടൈപ്പുള്ള ഫുൾ സ്ലീവ്സ് ആണ്. പാൻസ് നമുക്കില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഷോർട്ട് ലെഗിങ്സ്, ഏത് കളറാണ്, വൈറ്റ്, ബ്ലാക്ക്, പിങ്ക്, ഓഫ് വൈറ്റ്, ഏത് കളർ വേണമെങ്കിലും ഇടാം. ലാസ്റ്റ് എനിക്ക് കാണിക്കാനുള്ള ഒരു കുർത്ത പാൻറ് സെറ്റാണ്. കോട്ടൺ മെറ്റീരിയലിൻ്റെ ആണിത്. 3/4 സ്ലീവ്സ് ആണ്. ആൻഡ് ഇതിൻ്റെ ഇങ്ങനെ സൈഡിലും നമുക്ക് ഈ ഒരു ഗോട്ടാപ്പട്ടിയുടെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്കിൽ നമുക്ക് ഫേക്ക് മിററിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിൽ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ ടാസലുണ്ട്. അതും ഈ ഒരു സിൽവർ ആൻഡ് പിങ്കിൻ്റെ കോംബോ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ആൻഡ് ഇതിൻ്റെ പാൻറ്റിൻ്റെ ഡിസൈൻ ആണിത്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. ആൻഡ് ഇത് ഈ ഒരു കളർ കോമ്പിനേഷനും നല്ല ഭംഗിയാണ്. ഇത് ഒരു പിങ്കാണ്. ഇത് റെഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് ആൻഡ് ഓഫ് വൈറ്റിൻ്റെ ഒരു ഷെയ്ഡിലുള്ളതാണ്. നല്ല പ്യുവർ കോട്ടൺ ആണ്. ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന ഡ്രസ്സസ് വാങ്ങിച്ചിട്ട് പലപ്പോഴും ആൾക്കാരുടെ ചോദിച്ചിട്ടുണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന്.
ഒരു 80% എനിക്ക് പറയാൻ പറ്റും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും അതിൻ്റെ ക്വാളിറ്റി അങ്ങനെ തന്നെ ഉണ്ടാവും. 20% ബ്ലാക്ക് ആയി പോയിട്ടുണ്ട്. ബട്ട് ഇങ്ങനത്തെ പാൻറ് സെറ്റൊക്കെ ഞാൻ എപ്പോഴും വാങ്ങിച്ചേക്കുന്നത് എനിക്ക് നല്ല വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു കുഴപ്പമില്ലാതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മളൊരു കുഞ്ഞു ഹോളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്, ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.